നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ഫ്രണ്ട് ലിസ്റ്റില് ചിലരുണ്ടാകും അല്ലേ? അവരെല്ലാം കാണുന്നുണ്ടാകും, പക്ഷെ ഒരിക്കലും ഒന്നും പോസ്റ്റ് ചെയ്യില്ല. എന്തായിരിക്കും അതിനു പിന്നിലൊരു സൈക്കോളജി? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇവരില്ലേ, നമ്മുടെ എല്ലാ പോസ്റ്റിനും ഒരുപക്ഷെ ലൈക്ക് ചെയ്യും, നമ്മുടെ സ്റ്റോറീസ് എല്ലാം കാണും, പക്ഷെ സ്വന്തമായിട്ട് ഒരു ഫോട്ടോയോ ഒരു സ്റ്റാറ്റസോ ഒരു വിശേഷമോ പങ്കുവെക്കുന്നത് നമ്മൾ കാണാറില്ല. എല്ലാവരും ശ്രദ്ധ കിട്ടാൻ വേണ്ടി മത്സരിക്കുന്ന ഈ ഒരു ലോകത്ത് ഇവർ ശരിക്കും ഒരു ഓൺലൈൻ പ്രേതത്തെപ്പോലെ നിശബ്ദരായി എന്തിനായിരിക്കും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാല് നമ്മളിലെ ഭൂരിഭാഗം പേരും ഇവരെക്കുറിച്ച് കരുതുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? ചിലപ്പോ അവർക്ക് ഭയങ്കര നാണമായിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവായിരിക്കാം, ചിലപ്പം ആൾക്കൂട്ടത്തിൽ ചേരാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കാം എന്നൊക്കെ. പക്ഷേ കഥ എവിടെ അങ്ങ് തിരിയുകയാണ്. മനഃശാസ്ത്രം പറയുന്നത് ഇതൊരു ബലഹീനതയുടെയല്ല, മറിച്ച് വലിയൊരു ശക്തിയുടെ ലക്ഷണമാണെന്നാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടോ? അപ്പോ നമ്മൾ വിചാരിക്കുന്നതും യഥാർത്ഥത്തിൽ സൈക്കോളജി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലോ? നമ്മൾ കരുതുന്നു അവർക്ക് ആത്മവിശ്വാസമില്ലെന്ന്, പക്ഷേ സൈക്കോളജി പറയുന്നു അവർക്ക് ഉയർന്ന ആത്മാഭിമാനമാണുള്ളതെന്ന്. നമ്മൾ കരുതുന്നു അവർക്ക് ധൈര്യക്കുറവാണെന്ന്, എന്നാൽ അവർക്ക് നല്ല വൈകാരിക ബുദ്ധിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നു അവരെന്തോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ആഴത്തിലുള്ള ഒരു സ്വയം അവബോധമുണ്ട്. അതെ, ഈ ഡിജിറ്റൽ ലോകത്തെ നിശ്ശബ്ദത ഒരു കുറവല്ല, നേരെ മറിച്ച് അതവരുടെ ഉള്ളിലുള്ള ആഴത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ അടയാളമാണ്. അതെങ്ങനെയാണ് ഒരു ശക്തിയുടെ ലക്ഷണമാകുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ഒരു ശാന്തമായ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ പ്രധാനമായും 4 സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്കതിനെ 4 തൂണുകൾ എന്ന് വിളിക്കാം. അവ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ഹൈ പ്രൈവസി ഓറിയന്റേഷൻ. ലളിതമായി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈക്കിനേക്കാളും കമന്റിനേക്കാളും വലുതാണ് അവർക്ക് സ്വന്തം സ്വകാര്യതയും മനസ്സമാധാനവും. അതായത് 1000 ലൈക്ക് കിട്ടുന്നതിനേക്കാൾ അവർക്ക് പ്രധാനം അവരുടെ സ്വകാര്യതയും സമാധാനവുമാണ്. രണ്ടാമത്തേതാണ് സെൽഫ് കൺസെപ്റ്റ് ക്ലാരിറ്റി. അതായത് അവരാരാണെന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവർക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവർക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ട്രെൻഡിന് പിന്നാലെ പോകാനൊന്നും അവരെ കിട്ടില്ല. മൂന്നാമത്തെ തൂൺ സെക്യൂർ സെൽഫ് എസ്റ്റീമാണ്. എന്നുവെച്ചാല് അവരുടെ സന്തോഷം വരുന്നത് ഉള്ളിൽ നിന്നാണ്, അല്ലാതെ എത്ര ലൈക്ക് കിട്ടി, എത്ര ഷെയർ പോയി എന്നതിലല്ല. അവരുടെ മൂല്യം തെളിയിക്കാൻ അവർക്കൊരു സെൽഫിയുടെയോ സ്റ്റാറ്റസിന്റെയോ ആവശ്യമില്ല. നാലാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് ഇവാലുവേഷൻ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് അവരുടെ സ്വന്തം മനസാക്ഷിയും അവരുടെ മൂല്യങ്ങളുമാണ്, അല്ലാതെ നാട്ടുകാർ എന്തു പറയും എന്ന പേടിയല്ല. അപ്പോ ഇതെല്ലാം കൂടി ചേർത്തുവെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രമെന്താണ്? പ്രശസ്തിയേക്കാൾ സ്വകാര്യതയ്ക്ക് വില നൽകുന്ന, പുറത്തുനിന്നുള്ള അംഗീകാരം ആവശ്യമില്ലാത്ത, യഥാർത്ഥ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളെ. അവരുടെ ഫോക്കസ് എപ്പോഴും മാനസിക സമാധാനത്തിലാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയുടെ ആ ഒരു താരതമ്യത്തിന്റെ കെണിയില്ലേ, അതിൽ നിന്നവർക്ക് വളരെ ഈസിയായി രക്ഷപ്പെടാൻ പറ്റും. ഇത് അവരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് നോക്കാം. അവർക്ക് നന്നായിട്ടറിയാം സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ലെന്ന്. അത് പലപ്പോഴും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുകയാണെന്നും അവർക്കറിയാം. അതുകൊണ്ടുതന്നെ മറ്റൊരാളുടെ വെക്കേഷൻ ഫോട്ടോ കണ്ട് സ്വന്തം ജീവിതത്തെ പഴിക്കുന്ന ആ വലിയ ട്രാപ്പിൽ അവർ വീഴില്ല. അവരുടെ വില നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരുടെ ലൈക്കുകളോ കമന്റുകളോ അല്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനം ഒരു പബ്ലിക് വോട്ടിനിട്ടിട്ടില്ല, അത്രയുള്ളൂ. അപ്പോ ശരിക്കും ഈ ഡിജിറ്റൽ കാലത്ത് എന്താണ് ആത്മവിശ്വാസം എന്ന് നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അതെ, അതുകൊണ്ട് ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാത്തൊരാളെ കാണുമ്പോ അയ്യോ പാവം, കോൺഫിഡൻസ് ഇല്ല എന്നൊന്നും ചിന്തിക്കരുത്. ഒരു പക്ഷേ അതവരുടെ ആർക്കും തകർക്കാൻ പറ്റാത്ത ആത്മവിശ്വാസത്തിന്റെ, അവരുടെ ശാന്തമായ ശക്തിയുടെ അടയാളമായിരിക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. എല്ലാവരും അവരവരെ മാർക്കറ്റ് ചെയ്യാൻ ബഹളം വെക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ നിശബ്ദതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.